സംസ്ഥാനത്തെ വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് 1ാം ക്ലാസ്സിലെത്തിയത്. എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. പേരെന്താ? സ്ഥലം എവിടെയാ? ഇതൊക്കെ ആരാ തന്നത്? കിരീടമൊക്കെ ഹാപ്പിയാണോ സ്കൂളിലേക്ക് പോവാൻ? കരച്ചിലോ കണ്ണീരോ ഇല്ല. പുത്തൻ യൂണിഫോമും ബാഗും കിട്ടിയപ്പോൾ കുരുന്നുമുഖങ്ങളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി മാത്രം. അധ്യാപകരുടെ വക പല നിറങ്ങളിലെ കളിപ്പാട്ടങ്ങളും കിട്ടിയതോടെ സന്തോഷത്തിന് ഇരട്ടി മധുരം. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി. ശാസ്ത്ര പഠന മേഖലകളിൽ സംസ്ഥാനം കൂടുതൽ മികവ് പുലർത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ. കാലത്തിനനുസരിച്ച് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്തിനാകെയും സ്വയം നവീകരണത്തിൻ്റെയും കുട്ടികൾക്ക് മികച്ച പഠനത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 1, 3, 5, 7, 9 ക്ലാസുകളിൽ 10 വർഷത്തിന് ശേഷമുള്ള പാഠ്യപദ്ധതി പരിഷ്കാരമാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റു ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പാഠപുസ്തകം 20 വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല. ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറി പാഠപുസ്തകവും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ടെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുക. 223 ദിവസമുള്ള അക്കാദമിക് കലണ്ടർ മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.